ഹലോ വെൽക്കം ടു ഇൻസൈറ്റ് പോയിൻറ്റ്. ഓഡിറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന സബ്ജക്റ്റിൻ്റെ 4th മൊഡ്യൂളായിട്ടുള്ള കോൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ക്ലാസ്സാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ബോർഡ് കമ്മിറ്റീസ്. ബോർഡ് വർക്ക് സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ബോർഡ് ഫോം ചെയ്തിട്ടുള്ള കമ്മിറ്റിയാണ് ബോർഡ് കമ്മിറ്റീസ്. കമ്പനീസ് ആക്ട് 2013 4 മാൻഡേറ്ററി കമ്മിറ്റീസ് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഓർഗനൈസേഷനിൽ നിർബന്ധമായും ഉണ്ടാവേണ്ട 4 കമ്മിറ്റീസാണ് അവ. 1 ഓഡിറ്റ് കമ്മിറ്റി, 2 നോമിനേഷൻ ആൻഡ് റിമ്യൂണറേഷൻ കമ്മിറ്റി, 3 സ്റ്റേക്ക് ഹോൾഡേഴ്സ് റിലേഷൻഷിപ്പ് കമ്മിറ്റി, 4 കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കമ്മിറ്റി. ഫസ്റ്റ് വണ്ണാണ് ഓഡിറ്റ് കമ്മിറ്റി. ഓഡിറ്റ് കമ്മിറ്റി ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ്. ബോർഡ് ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് ഓഡിറ്റ് കമ്മിറ്റി. US-ലാണ് ഇതിൻ്റെ ഒറിജിൻ. ഓഡിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സ് ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു കമ്മിറ്റിയാണ് ഓഡിറ്റ് കമ്മിറ്റി. ഒരു വർഷത്തിൽ 4 മീറ്റിംഗ് ആണ് ഓഡിറ്റ് കമ്മിറ്റിക്ക് ഉണ്ടാവേണ്ടത്. ഓഡിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസാണ് ഈ മീറ്റിങ്ങിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഡീറ്റെയിൽസ് ഓഫ് ഓഡിറ്റ്, ഓഡിറ്റേഴ്സ് റിമ്യൂണറേഷൻ, മാനേജ്മെൻറ്റ് കൺട്രോൾ തുടങ്ങിയ ഇഷ്യൂസാണ് ഈ മീറ്റിങ്ങിൽ ഡിസ്കസ് ചെയ്യുന്നത്. സെക്കൻഡ് വണ്ണാണ് നോമിനേഷൻ ആൻഡ് റിമ്യൂണറേഷൻ കമ്മിറ്റീസ്. നോമിനേഷൻ കമ്മിറ്റി എന്താണെന്ന് ആദ്യം നോക്കാം. ബോർഡിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് നോമിനേഷൻ കമ്മിറ്റി. ഫുൾ ബോർഡിൻ്റെ കോമ്പോസിഷൻ റിവ്യൂ ചെയ്യുക, ബോർഡിൻ്റെ എക്സ്പെർട്ടൈസ് ചെക്ക് ചെയ്യുക, ഇതൊക്കെയാണ് നോമിനേഷൻ കമ്മിറ്റിയുടെ മെയിൻ ഒബ്ജക്റ്റീവ്. ഈ കമ്മിറ്റിയിൽ ഒരു ബോർഡ് മെമ്പറും ഒരു ചെയർമാനുമാണ് ഉള്ളത്. ഇനി എന്താണ് റിമ്യൂണറേഷൻ കമ്മിറ്റി എന്ന് നോക്കാം. ബോർഡിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് റിമ്യൂണറേഷൻ കമ്മിറ്റി. എന്താണ് റിമ്യൂണറേഷൻ കമ്മിറ്റിയുടെ മെയിൻ ഫംഗ്ഷൻ? എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിൻ്റെയും മറ്റുള്ള സീനിയർ മാനേജേഴ്സിൻ്റെയും സാലറി പാക്കേജസ് ഡിസൈഡ് ചെയ്യുക എന്നുള്ളതാണ് റിമ്യൂണറേഷൻ കമ്മിറ്റിയുടെ മെയിൻ ഫംഗ്ഷൻ. ഇനി സ്റ്റേക്ക് ഹോൾഡേഴ്സ് റിലേഷൻഷിപ്പ് കമ്മിറ്റി എന്താണെന്ന് നോക്കാം. എന്താണ് ഈ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്? സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി റിലേറ്റഡായി ഒത്തിരി ഇഷ്യൂസ് ഉണ്ടാവും. ഇങ്ങനെയുള്ള ഇഷ്യൂസ് അറൈസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ആ ഇഷ്യൂസ് കൺസിഡർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പോളിസീസും പ്രൊസീജിയേഴ്സും ഒക്കെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്. നെക്സ്റ്റ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കമ്മിറ്റി. എന്താണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി അല്ലെങ്കിൽ ഫംഗ്ഷൻ? അതായത് ഒരു ഓർഗനൈസേഷനിൽ കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി പ്രാക്ടീസസ് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുകയാണ് CSR കമ്മിറ്റിയുടെ ഡ്യൂട്ടി. അതായത് ഒരു ഓർഗനൈസേഷനിൽ പോളിസി ഫോർമുലേറ്റ് ചെയ്യുന്നത് മുതൽ CSR ആക്ടിവിറ്റീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് വരെ ആ ഓർഗനൈസേഷനിൽ കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി പ്രാക്ടീസസ് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുകയാണ് CSR കമ്മിറ്റിയുടെ ഡ്യൂട്ടി. CSR ആക്ടിവിറ്റീസിന് വേണ്ടിയുള്ള ഫണ്ടിൻ്റെ യൂട്ടിലൈസേഷൻ ഈ കമ്മിറ്റി മോണിറ്റർ ചെയ്യുകയും റിപ്പോർട്ട് ചെയ്യുകയും വേണം. ഈ കമ്മിറ്റിയിൽ 3 അതിലധികമോ ഡയറക്ടേഴ്സാണ് ഉള്ളത്. അതിൽ ഒരു ഡയറക്ടറെങ്കിലും ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ആയിരിക്കണം. ഇതാണ് 4 ബോർഡ് കമ്മിറ്റീസ്. ഏതൊക്കെയായിരുന്നു ബോർഡ് കമ്മിറ്റീസ്? ഓഡിറ്റ് കമ്മിറ്റി, നോമിനേഷൻ ആൻഡ് റിമ്യൂണറേഷൻ കമ്മിറ്റി, സ്റ്റേക്ക് ഹോൾഡർ റിലേഷൻഷിപ്പ് കമ്മിറ്റി, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കമ്മിറ്റി. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഇൻസൈഡർ ട്രേഡിംഗ്. Insider trading is an unlawful act when the insiders are using the unpublished information for their self-benefit. ഇൻസൈഡർ ട്രേഡിംഗ് ഒരു അൺലോഫുൾ ആക്റ്റാണ്, ഒരിക്കലും ലോഫുൾ ആക്റ്റ് അല്ല. ഇൻസൈഡേഴ്സ് അൺപബ്ലിഷ്ഡ് ഇൻഫർമേഷൻസ് അവരുടെ സെൽഫ് ബെനഫിറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഇൻസൈഡർ ട്രേഡിംഗ്. അതായത് സെൽഫ് ബെനഫിറ്റിന് വേണ്ടി, സ്വന്തം ബെനഫിറ്റിന് വേണ്ടി ഇൻസൈഡേഴ്സ് അൺപബ്ലിഷ്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് യൂസ് ചെയ്യുന്നു. അതായത് കമ്പനി പബ്ലിഷ് ചെയ്യാത്ത ഇൻഫർമേഷൻസ് ഉണ്ടായിരിക്കും, പ്രൈസ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ഇൻഫർമേഷൻസൊക്കെ അവരുടെ സ്വന്തം ബെനഫിറ്റിന് വേണ്ടി ഇൻസൈഡർ യൂസ് ചെയ്യുന്നതിനെയാണ് ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഇൻസൈഡേഴ്സ് ആരാണ്? ഡയറക്ടേഴ്സ്, മാനേജേഴ്സ്, എംപ്ലോയീസ്, ഓഫീസേഴ്സ്, ഇവരൊക്കെയാണ് ഇൻസൈഡേഴ്സ്. സോ കമ്പനി പുറത്ത് പബ്ലിഷ് ചെയ്യാത്ത ഇൻഫർമേഷൻസൊക്കെ യൂസ് ചെയ്ത് സ്വന്തമായി ബെനഫിറ്റ് ഉണ്ടാക്കുന്നതിനെയാണ് ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഇനി റീസൺസ് ഫോർ കൺട്രോളിങ് ഇൻസൈഡർ ട്രേഡിംഗ്. എന്തിനു വേണ്ടിയാണ് ഇൻസൈഡർ ട്രേഡിംഗ് കൺട്രോൾ ചെയ്യുന്നത്? ഫസ്റ്റ് വണ്ണാണ് ടു പ്രൊട്ടക്ട് ദി ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്. ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി. സെക്കൻഡ് വൺ
ടു പ്രൊട്ടക്ട് ദി റെപ്യൂട്ടേഷൻ ഓഫ് ദി കമ്പനി, കമ്പനിയുടെ റെപ്യൂട്ടേഷൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി. നെക്സ്റ്റ് വൺ, ടു മെയിൻറ്റെയിൻ കോൺഫിഡൻസ് ഇൻ ദി സ്റ്റോക്ക് മാർക്കറ്റ്, സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കോൺഫിഡൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി. നെക്സ്റ്റ് വൺ, ടു മെയിൻറ്റെയിൻ സ്റ്റെബിലിറ്റി ഇൻ ദ ഫിനാൻഷ്യൽ സിസ്റ്റം, ഫിനാൻഷ്യൽ സിസ്റ്റം സ്റ്റേബിൾ ആക്കുന്നതിന് വേണ്ടി. ഇതൊക്കെയാണ് റീസൺസ് ഫോർ കൺട്രോളിംഗ് ഇൻസൈഡർ ട്രേഡിംഗ്. നെക്സ്റ്റ് ടോപ്പിക്കാണ് റേറ്റിംഗ് ഏജൻസീസ്. Rating agencies are the independent financial service agency which provides different types of rating or assessment to the organization. Rating agencies എന്താണ്? ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സർവീസ് ഏജൻസിയാണ് റേറ്റിംഗ് ഏജൻസി. എന്താണ് ഇവ പ്രൊവൈഡ് ചെയ്യുന്നത്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റേറ്റിങ്ങും അസസ്മെൻറ്റുമാണ് ഇവ ഓർഗനൈസേഷന് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഓർഗനൈസേഷന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റേറ്റിങ്ങും അസസ്മെൻറ്റും പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സർവീസ് ഏജൻസിയാണ് റേറ്റിംഗ് ഏജൻസീസ്. എന്താണ് ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്? ക്രെഡിറ്റ് റിസ്ക് റേറ്റിംഗും അതുപോലെ തന്നെ ക്യാപിറ്റൽ മാർക്കറ്റിലുള്ള ഇൻവെസ്റ്റേഴ്സിന് കോൺഫിഡൻസ് പ്രൊവൈഡ് ചെയ്യുകയുമാണ് ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്. ക്രെഡിറ്റ് റിസ്ക് റേറ്റിംഗ് നടത്തുകയും ക്യാപിറ്റൽ മാർക്കറ്റിലുള്ള ഇൻവെസ്റ്റേഴ്സിന് കോൺഫിഡൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതുമാണ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്. ലോകത്തിലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള 3 റേറ്റിംഗ് ഏജൻസീസിനെ പറ്റിയാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് വണ്ണാണ് മൂഡീസ് ഇൻവെസ്റ്റേഴ്സ് സർവീസ്. മൂഡി കോർപ്പറേഷൻ ഫൗണ്ട് ചെയ്തിട്ടുള്ളത് ജോൺ മൂഡിയാണ്. 1909 ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ളത് ന്യൂയോർക്കിലാണ്. എന്തൊക്കെയാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ്? മൂഡീസ് ഇൻവെസ്റ്റേഴ്സ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്രെഡിറ്റ് റേറ്റിംഗ്, ഷെയർഹോൾഡേഴ്സ് റെക്കോർഡ് മാനേജ്മെൻറ്റ്, ഡാറ്റ കളക്ഷൻ ആൻഡ് അനാലിസിസ്, എൻ്റർപ്രൈസ് റിസ്ക് മാനേജ്മെൻറ്റ്, ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻസ്. ഇതൊക്കെയാണ് മൂഡീസ് ഇൻവെസ്റ്റേഴ്സ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന മേജർ സർവീസസ്. ഇത് അക്രോസ് ദി ഗ്ലോബ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് വണ്ണാണ് S&P, സ്റ്റാൻഡേർഡ് ആൻഡ് പൂവേഴ്സ്. 1941 ഈ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. 2 കമ്പനീസ് മേർജ് ചെയ്തിട്ടാണ് S&P ഫോം ചെയ്തിട്ടുള്ളത്. സ്റ്റാൻഡേർഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, പൂവർ കമ്പനി, ഈ 2 കമ്പനീസും മേർജ് ചെയ്തിട്ടാണ് S&P ഫോം ചെയ്തിട്ടുള്ളത്. S&P പ്രൊവൈഡ് ചെയ്യുന്ന ക്രെഡിറ്റ് റേറ്റിംഗ് സർവീസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വേരിയസ് കോർപ്പറേറ്റ് ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സിനും ഷോർട്ട് ടേം സെക്യൂരിറ്റീസിനും ക്രെഡിറ്റ് റേറ്റിംഗ് സർവീസസ് ആണ് S&P പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വണ്ണാണ് ഫിച്ച് റേറ്റിംഗ്. ഫിച്ച് റേറ്റിംഗ് ഈസ് ആൻ ഇൻ്റർനാഷണൽ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ഹെഡ്ക്വാർട്ടേഡ് അറ്റ് ന്യൂയോർക്ക് ആൻഡ് ലണ്ടൻ. ന്യൂയോർക്കിലും ലണ്ടനിലും ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ള ഇൻ്റർനാഷണൽ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയാണ് ഫിച്ച് റേറ്റിംഗ്. ഈ കമ്പനി ഫൗണ്ട് ചെയ്തിട്ടുള്ളത് ജോൺ നവലസ് ഫിച്ചാണ്. 1914 ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. ഏതൊരു ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് ഫിച്ച് റേറ്റിംഗും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് സാധാരണ എല്ലാ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് എന്തൊക്കെയാണോ അതൊക്കെ തന്നെ ഫിച്ച് റേറ്റിംഗും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫിച്ച് റേറ്റിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന റേറ്റിംഗ് സിംബൽസ് AAA സ്റ്റാർട്ട് ചെയ്യുന്നത്, ഡിയിലാണ് എൻഡ് ചെയ്യുന്നത്. AAA എന്ന് പറയുന്നത് ഹയസ്റ്റ് ക്വാളിറ്റി ഗ്രേഡിംഗ് ആണ്. ഡി എന്ന് പറയുന്നത് ഡീഫോൾട്ട് ആണ്. ലോകത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ളതുമായ 3 റേറ്റിംഗ് ഏജൻസീസിനെ പറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇതുകൂടാതെ ഒരു 3 റേറ്റിംഗ് ഏജൻസീസ് കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ക്രിസിൽ. ഇന്ത്യയിലെ ആദ്യത്തെ റേറ്റിംഗ് ഏജൻസിയാണ് ക്രിസിൽ. 1987 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ICICIയുടെയും UTIയുടെയും മേജർ പ്രൊമോഷൻ കാരണമാണ് ക്രിസിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഏതൊരു റേറ്റിംഗ് ഏജൻസി ആണെങ്കിലും അതിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്തായിരിക്കും? കോർപ്പറേറ്റ് ഇൻസ്ട്രുമെൻറ്റ്സിന് വേണ്ടിയുള്ള ഇൻഡിപെൻഡൻറ്റ് റേറ്റിംഗ് സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് കോർപ്പറേറ്റ് ഇൻസ്ട്രുമെൻറ്റിന് വേണ്ടിയുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള റേറ്റിംഗ് സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഏതൊരു റേറ്റിംഗ് ഏജൻസിയുടെയും പ്രൈമറി ഒബ്ജക്റ്റീവ്. അതുതന്നെയാണ് ക്രിസിലിൻ്റെയും പ്രൈമറി ഒബ്ജക്റ്റീവ്. കോർപ്പറേറ്റ് ഗവേണൻസിന് വേണ്ടി GVC എന്നു പേരുള്ള ഒരു സെപ്പറേറ്റ് റേറ്റിംഗ് സർവീസ് ക്രിസിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വണ്ണാണ് കെയോ. ഇന്ത്യയിലെ 2ാമത്തെ ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള റേറ്റിംഗ് ഏജൻസിയാണ് കെയോ. 1993 ഏപ്രിലാണ് കെയർ അതിൻ്റെ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്. IPO, സബ് സോവറിൻ, ബാങ്ക്സ് ഇതിനൊക്കെ വേണ്ടിയുള്ള റേറ്റിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന ഏജൻസിയാണ് കെയോ. ലാസ്റ്റ് വണ്ണാണ് ICRA. ICRAയുടെ ഫോമർ നെയിം IICRA എന്നാണ്.
IICRAയുടെ ഫുൾ ഫോം ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഫർമേഷൻ ആൻഡ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി. 1991 ICRA എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ICRAയുടെ ഷെയറിൻ്റെ ലാർജസ്റ്റ് ഷെയറും ഹോൾഡ് ചെയ്തിരിക്കുന്നത് മൂഡീസ് ഇൻവെസ്റ്റേഴ്സ് സർവീസാണ്. അതായത് ICRAയുടെ ഷെയറിൻ്റെ ഭൂരിഭാഗവും ആരുടെ കൈകളിലാണുള്ളത്? മൂഡീസ് ഇൻവെസ്റ്റേഴ്സ് സർവീസിൻ്റെ കൈകളിലാണ് ഉള്ളത്. ഇതൊക്കെയാണ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഗ്രീൻ ഗവേണൻസ്. Green governance is a systematic life cycle approach for ensuring the sustainability of the business. ബിസിനസ്സിൻ്റെ സസ്റ്റൈനബിലിറ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ലൈഫ് സൈക്കിൾ അപ്രോച്ചിനെയാണ് ഗ്രീൻ ഗവേണൻസ് എന്ന് പറയുന്നത്. ഗ്രീൻ ഗവേണൻസ് എന്ന് പറയുമ്പോൾ എൻവിറോൺമെൻറ്റിന് ഒരുപാട് പ്രഷർ കൊടുക്കാതെ സസ്റ്റൈനബിലിറ്റി എന്ന ബേസിക് ഐഡിയയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനെയാണ് ഗ്രീൻ ഗവേണൻസ് എന്ന് പറയുന്നത്. ഗ്രീൻ ഗവേണൻസിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, അപ്പോയിൻമെൻറ്റ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ്. സെക്കൻഡ് വൺ, സെപ്പറേറ്റ് ബോർഡ് കമ്മിറ്റി. തേർഡ് വൺ, ഡിസ്റ്റിങ്ക്റ്റ് കോർപ്പറേറ്റ് ഗവേണൻസ് കോഡ്. നെക്സ്റ്റ് വൺ, റിപ്പോർട്ടിംഗ് ഓഫ് ഡിസ്ക്ലോഷർ. ഇതൊക്കെയാണ് ഗ്രീൻ ഗവേണൻസിൻ്റെ ഫീച്ചേഴ്സ്. നെക്സ്റ്റ്, ക്ലോസ് 49 ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റ്. കുമാരമംഗലം ബിർള കമ്മിറ്റിയുടെ ഒരു കോൺട്രിബ്യൂഷനാണ് ക്ലോസ് 49 ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റ്. സ്റ്റേക്ക് ഹോൾഡേഴ്സിനോടുള്ള ഇന്ത്യൻ കോർപ്പറേറ്റ് സെക്ടറിൻ്റെ ട്രാൻസ്പെറൻസിയും അക്കൗണ്ടബിലിറ്റിയും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു മെക്കാനിസമാണ് ക്ലോസ് 49 ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഒഫീഷ്യൽ ലിസ്റ്റിലേക്ക് ലിസ്റ്റിംഗ് ചെയ്യുന്നതിന് വേണ്ടി ലിസ്റ്റഡ് കമ്പനീസ് ഫർണിഷ് ചെയ്തിട്ടുള്ള 7 കണ്ടീഷൻസ് ക്ലോസ് 49 ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റിൽ ഉണ്ട്. നെക്സ്റ്റ്, എന്താണ് ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം എന്ന് നോക്കാം. ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം ഈസ് നത്തിങ് ബട്ട് ദി ഷെയർ ഹോൾഡേഴ്സ് ഇൻ്റർവെൻഷൻ ഇൻ ദി അഫെയർസ് ഓഫ് ദി കമ്പനി. ദി ഇൻ്റർവെൻഷൻസ് ആർ മെയ്ഡ് ബൈ ദി ഷെയർ ഹോൾഡേഴ്സ് when the companies are at the edge of fraud or wrong acts or lack of utilization of its potential. എന്താണ് ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം? കമ്പനിയുടെ അഫെയേഴ്സിലേക്ക് ഷെയർ ഹോൾഡർ ഇൻ്റർവെൻഷൻ നടത്തുന്നതിനെയാണ് ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം എന്ന് പറയുന്നത്. കമ്പനിയുടെ അഫെയേഴ്സിൽ ഷെയർ ഹോൾഡർ ഇടപെടുന്നതിനെയാണ് ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം എന്ന് പറയുന്നത്. എപ്പോഴാണ് ഷെയർ ഹോൾഡർ കമ്പനിയുടെ അഫെയേഴ്സിൽ ഇടപെടുന്നത്? കമ്പനിയിൽ ഫ്രോഡ് നടക്കുമ്പോൾ, അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ള ആക്ട് ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ കമ്പനി അതിൻ്റെ പൊട്ടൻഷ്യൽ യൂട്ടിലൈസ് ചെയ്തിട്ടില്ല എങ്കിൽ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെയാണ് ഷെയർ ഹോൾഡർ കമ്പനിയുടെ അഫെയേഴ്സിൽ ഇടപെടുന്നത്. കമ്പനി എഡ്ജ് ഓഫ് ദി ഫ്രോഡ് ആവുമ്പോൾ, അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ള ആക്ട് കമ്പനിയിൽ നടക്കുമ്പോൾ, അല്ലെങ്കിൽ ലാക്ക് ഓഫ് യൂട്ടിലൈസേഷൻ ഓഫ് ഇറ്റ്സ് പൊട്ടൻഷ്യൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോഴാണ് ഷെയർ ഹോൾഡേഴ്സ് ഇൻ്റർവെൻഷൻ നടത്തുന്നത് കമ്പനിയുടെ അഫെയേഴ്സിലേക്ക്. നെക്സ്റ്റ്, വിസിൽ ബ്ലോയിങ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ദി ആക്ട് ഓഫ് റിപ്പോർട്ടിംഗ് മാൽ പ്രാക്ടീസസ് വിത്തിൻ ആൻ ഓർഗനൈസേഷൻ ടു ദി ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ പാർട്ടീസ്. Internal whistleblowing includes reporting of malpractices to the internal persons or authorities. External whistleblowing includes reporting of malpractices to the regulators or media external to the organization. ഒരു ഓർഗനൈസേഷൻ അകത്ത് നടക്കുന്ന മാൽപ്രാക്ടീസസ് റിപ്പോർട്ട് ചെയ്യുന്ന ആക്ടിനെയാണ് വിസിൽ ബ്ലോയിങ് എന്ന് പറയുന്നത്. ഇൻറ്റേർണൽ പാർട്ടീസിൻ്റെ അടുത്തോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ പാർട്ടീസിൻ്റെ അടുത്തോ ഒരു ഓർഗനൈസേഷൻ അകത്ത് നടക്കുന്ന മാൽപ്രാക്ടീസസ് റിപ്പോർട്ട് ചെയ്യുന്ന ആക്റ്റാണ് വിസിൽ ബ്ലോയിങ്. ഇൻറ്റേർണൽ വിസിൽ ബ്ലോയിങ്ങും ഉണ്ട്, എക്സ്റ്റേണൽ വിസിൽ ബ്ലോയിങ്ങും ഉണ്ട്. എന്താണ് ഇൻറ്റേർണൽ വിസിൽ ബ്ലോയിങ്? ഒരു ഓർഗനൈസേഷൻ അകത്ത് നടക്കുന്ന മാൽപ്രാക്ടീസസ് ഇൻറ്റേർണൽ പേഴ്സൺസിൻ്റെ അടുത്തോ അതോറിറ്റീസിൻ്റെ അടുത്തോ റിപ്പോർട്ട് ചെയ്യുന്നതിനെയാണ് ഇൻറ്റേർണൽ വിസിൽ ബ്ലോയിങ് എന്ന് പറയുന്നത്. ഇനി എന്താണ് എക്സ്റ്റേണൽ വിസിൽ ബ്ലോയിങ്? ഒരു ഓർഗനൈസേഷൻ അകത്ത് നടക്കുന്ന മാൽപ്രാക്ടീസസ് റെഗുലേറ്റേഴ്സിൻ്റെ അടുത്തോ മീഡിയാസിൻ്റെ അടുത്തൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതിനെയാണ് എക്സ്റ്റേണൽ വിസിൽ ബ്ലോയിങ് എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ വിസിൽ ബ്ലോയിങ് ഓർഗനൈസേഷന് എക്സ്റ്റേണൽ ആയിട്ടുള്ളവരുടെ അടുത്താണ് റിപ്പോർട്ട് ചെയ്യുന്നത്.